നിന്റെ ആവശ്യങ്ങൾ, നിന്റെ പരാജയങ്ങൾ, നിന്റെ പരിഭവങ്ങൾ, നിന്റെ ആകുലതകൾ, നിന്റെ വേവലാതികൾ എല്ലാം ഇറക്കി വെക്ക്. സ്വർഗം ഈ പകൽ ശ്രദ്ധിക്കുന്നു. ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നവനെ, ഈ തിരുവല്ല പട്ടണത്തിന്റെ അകത്തളങ്ങളിൽ ഈ പ്രഭാതത്തിൽ യൗവനക്കാര, നീ പ്രാർത്ഥിക്കാൻ നിന്റെ അകം ചൂടാക്കുമ്പോഴും സ്വർഗം നിന്നെ ശ്രദ്ധിക്കും. നിന്നെ ഉന്നം വെച്ച് നിൽക്കുന്ന പൈശാചിക അധികാരങ്ങൾ, ആമേൻ, അവന്റെ തന്ത്രങ്ങൾ തകരുന്നതിൽ ദുഃഖിക്കുന്നു. നീ ഒരു പ്രാർത്ഥനയുടെ പുതപ്പേറ്റെടുക്കുകയും ഈ തലമുറയിലെ പ്രാർത്ഥനാ മനുഷ്യനായി, നീ പാർക്കുന്ന ദേശത്തെ പ്രാർത്ഥനാ മനുഷ്യനായി, നീ ആയിരിക്കുന്ന സഭയിലെ പ്രാർത്ഥനാ മനുഷ്യനായി, ഈ തലമുറയിൽ എന്തെങ്കിലും ഒരു ചലനമിടാൻ പ്രാർത്ഥനാ മനുഷ്യന് മാത്രമേ കഴിയൂ. പ്രാർത്ഥിക്ക, ഏൽപ്പിച്ചു കൊടുക്കില്ല. അതാവേ, സ്തോത്രം ചെയ്ത് ഏൽപ്പിച്ചു തരും. ഹല്ലേലൂയ. ഏകാഗ്രതയോടെ സ്തോത്രം ചെയ്തേൽപ്പിക്കും. മറ്റൊന്നും ഈ പകൽ ചോദിക്കുന്നില്ല. പ്രാർത്ഥനയുടെ ആത്മാവിനെ, പ്രാർത്ഥനയുടെ ആത്മാവിനെ, പ്രാർത്ഥനയുടെ ആത്മാവിനെ സ്തോത്രം ചെയ്യേ, പ്രാർത്ഥനയിൽ ഏൽപ്പിച്ചു കൊടുക്ക, പ്രാർത്ഥനയിൽ പോരാട്. നിങ്ങളുടെ ഉള്ളം പ്രാർത്ഥനയുടെ തീ കൊണ്ട് നിറയട്ടെ. ഒരു നെരിപ്പോട് എരിയുന്നത് പോലെ നമ്മുടെ ഹൃദയം ഇന്ന് പകൽ പ്രാർത്ഥനയുടെ തീക്കൊള്ളികൾ കൊണ്ട് നിറയട്ടെ. അതിനകത്ത് പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിക്കട്ടെ. ഇതുവരെ സംഭവിക്കാത്ത ദൈവപ്രവർത്തികൾ നമ്മുടെ ഭവനത്തിൽ സംഭവിക്കുമാറ് നിന്റെ യാഗം ഇന്ന് പകൽ ഒരു പ്രാർത്ഥനയുടെ തീ കൊണ്ട് നിറയുകയാണ്. തലമുറയിൽ വിടുതൽ സംഭവിച്ച മതിയാകൂ. കാരണം നീ അവകാശിയാണ്. ആമേൻ. നീ മകനും മകളുമാണ്. ആമേൻ. അവകാശിയത്രേ. ആമേൻ. ദൈവിക അനുഗ്രഹങ്ങളുടെ അവകാശത്തിനായി ലോക സ്ഥാപനത്തിന് മുന്നമേ തെരഞ്ഞെടുപ്പുള്ള ആമേൻ ഒരു വ്യത്യസ്തനായ ദൈവത്തിന് മുൻപിൽ ആമേൻ മുൻകൂർ നിന്നെ ദത്തെടുത്ത ആമേൻ ഒരു അസാധാരണമായ ഒരു വ്യക്തിത്വമാണ് നീ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ നിന്റെ മുൻപിലൂടെ തുറക്കുന്നു. കണ്ണു തുറക്കുവാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ ചിലതിനെ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കുന്നു പരിശുദ്ധാത്മാവ്. കഥാവി പകൽ ഒരു അസാധാരണമായ പകർച്ചയ്ക്ക് എന്നെ വിജയപ്പെടുത്തണം. അതിന് തടസ്സമായി നിൽക്കുന്ന എന്റെ ബുദ്ധിമണ്ഡലത്തെ തകർക്കണമേ. ഇന്ന് പകൽ തിരുസന്നിധിയിൽ നിന്ന് ചിലർ ഏറ്റെടുക്കാൻ പാകത്തിൽ എന്നെ ഒരുക്കണമേ. എന്റെ ഹൃദയത്തെ തുറക്കണമേ. അപ്പന്റെ സന്നിധിയിൽ ഒരു നിയോഗം ഏറ്റെടുക്കാൻ ഈ തലമുറയിൽ ഇന്ന് പകലവതിനെ സഹായിക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവേ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും, എന്നെ മാറ്റണം, എന്നെ മാറ്റിമറിക്കണം, എന്നെ രൂപാന്തരപ്പെടുത്തണം, എന്നെ ആയുധമാക്കണം, എന്നെ ശക്തീകരിക്കണം, എന്നെ ബലപ്പെടുത്തണം. സ്റ്റോപ്പിടാൻ കഴിയാത്ത നിലവാരത്തിൽ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ കൊണ്ട് ഇന്ന് പകലവനെ അലങ്കരിക്കാൻ പോയത്. പ്രാർത്ഥനാപ്പായിൽ മുഴക്കാൻ മുടക്കിയാൽ എഴുന്നേൽക്കുവാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ കൊണ്ട് ഇന്ന് പകലവന്റെ ഉള്ളത്തെ നിറയ്ക്കുകയാണ്. ഒരു പോരാളി തന്റെ യാവനാടിയിൽ ആയുധങ്ങൾ കരുതി വയ്ക്കുന്നത് പോലെ ഒരു രാജ്യം ആമേൻ രാജ്യത്തിന്റെ രക്ഷയ്ക്കായി ആയുധങ്ങൾ ആമേൻ
കരുതി വയ്ക്കുന്നത് പോലെ ഇന്ന് പകൽ നിന്റെ ഹൃദയം എന്ന് പറയുന്ന കലവറയ്ക്കകത്ത് പ്രാർത്ഥനയുടെ വാചകങ്ങൾ കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കുകയാണ്. അവൻ ഇന്ന് പകൽ ആയുധങ്ങൾ ധരിക്കുന്നത് പോലെ ഇന്ന് പകൽ പ്രാർത്ഥനയുടെ ശബ്ദം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രാർത്ഥിക്കാൻ ആവശ്യമായ വചനം കൊണ്ടും പ്രാർത്ഥിക്കാൻ ആവശ്യമായ വിശ്വാസം കൊണ്ടും ബലം കൊണ്ടും പ്രാർത്ഥിക്കാൻ ആവശ്യമായ ധൈര്യം കൊണ്ടും ഉത്സാഹം കൊണ്ടും പ്രാർത്ഥിക്കാൻ ആവശ്യമായ സന്തോഷം കൊണ്ടും ഇന്ന് പകരത്തിന്റെ ധാരണകളെ കുറയ്ക്കുകയാണ്. കാലഘട്ടങ്ങളിൽ തലമുറകളിൽ ദൈവത്തിന് ചിലരെ ഉപയോഗിക്കാൻ കഴിഞ്ഞത് അവരുടെ ഹൃദയം പ്രാർത്ഥന കൊണ്ട് പുതിയപ്പെട്ടതായിരുന്നു. ഈ തലമുറയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവമേ, ഈ തലമുറയിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനാകാം. ഇതാ എന്നെ ഞാൻ സമർപ്പിക്കും. എന്നെ ഞാൻ സമർപ്പിക്കും. ദൈവം മുൻപാകെ എഴുന്നേറ്റ് നിൽക്കാൻ, ദൈവം മുൻപാകെ എഴുന്നേറ്റ് നിൽക്കുവാൻ ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സുണ്ട്? വെളിപ്പാടിന്റെ ആത്മാവുള്ള നിരവധി ദൈവഭൃത്യന്മാരുടെ പ്രാർത്ഥനാ മുറികളിൽ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഒരു തലമുറ പുറത്തു വരുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു തലമുറ. കാത്തിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ചിലത് പ്രാപിച്ചെഴുന്നേൽക്കുന്ന ഒരു തലമുറ. ദേശത്തിനും രാജ്യത്തിനും കൊടുക്കാനുള്ള ആലോചനകൾ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തി കിട്ടിയ ഒരു തലമുറ. പ്രാർത്ഥനയിൽ വെളിപ്പെട്ട് കിട്ടുന്ന ദൂതുമായി ദേശങ്ങളിലേക്ക് അയക്കപ്പെടുന്ന ഒരു തലമുറ. പാപത്തിന്റെ ശക്തിയെ ജയിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ. കഴിഞ്ഞകാല പരാജയങ്ങൾ ഇനി ആവർത്തിക്കാതെ വണ്ണം പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥനയുടെ ആത്മാവാണ് നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നത്. ഓ രാമാഷ്, പിശാച് ഭയപ്പെടുന്നത് പ്രാർത്ഥനാ മനുഷ്യരെയാണ്. നമ്മുടെ കുടിവരവുകൾ പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് നിറയപ്പെടണം. ദൈവത്തിന്റെ കൂടാരം ഇറങ്ങി വസിക്കുമാറ് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ പട്ടണങ്ങളുടെ നടുവിൽ ചേർന്ന് വരുമ്പോൾ